ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സൊല്യൂഷനെ കുറിച്ചാണ്. നമ്മുടെ ജനറൽ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ കൺസ്ട്രെയിൻസ് ഏത് ഫോമിലാണ് എഴുതാറുള്ളത്? Ax=b എന്ന ഫോമിൽ, വേറെ A is an m/n മെട്രിക്സ്. അതായത് Ax=b എന്നുള്ള സിസ്റ്റം m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് ആണ്. സപ്പോസ് m<n ആൻഡ് ദി ഇക്വേഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇവിടെ m<n എന്ന് അസ്യൂം ചെയ്യാൻ കാരണം നമുക്ക് കൂടുതലായിട്ടും കൺസ്ട്രെയിൻസ് തരുന്നത് <= ടൈപ്പിലോ അല്ലെങ്കിൽ > ടൈപ്പിലോ ആയിരിക്കും. അപ്പോൾ നമ്മളതിനെ ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും? സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മൾക്ക് അങ്ങനെ സ്ലാക്ക് വേരിയബിൾസ് കൂടെ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ m<n എന്ന് അസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, m<n ആയതുകൊണ്ട് തന്നെ നമുക്ക് n-m വേരിയബിൾസിന് സീറോസ് കൊടുത്ത് ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ നമുക്കിവിടെ n-m വേരിയബിൾസിന് സീറോസ് കൊടുത്താൽ ബാക്കി എത്ര വേരിയബിൾസ് ഉണ്ടാവും? m വേരിയബിൾസ്. ടോട്ടൽ n വേരിയബിൾസ് ആണുള്ളത്. അതിൽ n-m വേരിയബിൾസിന് സീറോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി m വേരിയബിൾസും ഉണ്ടാവും, m ഇക്വേഷൻസും ഉണ്ടാവും. സോ നമുക്ക് പിന്നെ വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് m ഇക്വേഷൻസ് ഇൻ m അൺനോൺസ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ m ഇക്വേഷൻസും എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഈ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഈ പുതിയതായി കിട്ടുന്ന m ഇക്വേഷൻസ് ഇൻ m അൺനോൺസിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകും. ഈ കിട്ടുന്ന യുണീക്ക് സൊല്യൂഷൻ്റെ കൂടെ നമ്മൾ മുൻപ് പറഞ്ഞ ഈ n-m വേരിയബിൾസിന് സീറോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറോസ് കൂടി ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ സൊല്യൂഷൻ കിട്ടും? Ax=b യുടെ സൊല്യൂഷൻ കിട്ടും. ഈ സൊല്യൂഷനെയാണ് ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് സൊല്യൂഷൻ എങ്ങനെ കിട്ടുന്നത്? നമ്മൾ n-m വേരിയബിൾസിന് സീറോസ് കൊടുത്തു. സോ നമുക്ക് കിട്ടുന്നത് m ഇക്വേഷൻസ് ഇൻ m അൺനോൺസ് ആണ്. നമ്മളുടെ ഇക്വേഷൻസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ m ഇക്വേഷൻസ് ഇൻ m അൺനോൺസിന് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഈ യുണീക്ക് സൊല്യൂഷൻ്റെ കൂടെ നമ്മൾ മുൻപ് കൊടുത്ത ആ സീറോ വാല്യൂസ് കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Ax=b യുടെ സൊല്യൂഷൻ കിട്ടും. ആ Ax=b യുടെ ഈ സൊല്യൂഷനെയാണ് ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നൗ n-m വേരിയബിൾസിന് സീറോസ് കൊടുത്ത് ബാക്കി വരുന്ന ആ m വേരിയബിൾസിനെയാണ് ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ n-m വേരിയബിൾസിന് സീറോസ് കൊടുത്ത് ബാക്കി വരുന്ന വേരിയബിൾസിനെയാണ്. ഇനി നമ്മളുടെ ആ സൊല്യൂഷനെയാണ് ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ അപ്പോൾ നമ്മളുടെ ബേസിക് സൊല്യൂഷനിൽ അറ്റ്ലീസ്റ്റ് എത്ര സീറോസ് ഉണ്ടാവും? n-m സീറോസ് ഉണ്ടാവും. കാരണം നമ്മൾ ആദ്യം തന്നെ n-m വേരിയബിൾസിന് സീറോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് n-mൽ കൂടുതലും സീറോസ് വരാം. അതെങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ m ഇക്വേഷൻസ് ഇൻ m അൺനൗൺസിന് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ യുണീക്ക് സൊല്യൂഷനിലും ഏതെങ്കിലും ഒരു വേരിയബിളിന് വാല്യൂ സീറോ ആയിട്ട് കിട്ടാം. സോ നമ്മളുടെ ബേസിക് സൊല്യൂഷനിൽ അറ്റ്ലീസ്റ്റ് n-m സീറോസ് ആണ് ഉള്ളത്. A basic solution must contain at least n-m zeros. അപ്പോൾ നമ്മളുടെ ബേസിക് സൊല്യൂഷനിൽ മോർ ദാൻ n-m സീറോസും വരാം. അത്തരത്തിലുള്ള കേസിനെയാണ് ഡീജനറേറ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാം. നൗ Ax=b എന്നുള്ള സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എയുടെ കോളംസ് ആയിട്ട് p1 p2 എക്സെട്ര pn എന്ന് എടുത്തു കഴിഞ്ഞാൽ Ax=b നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര പ്ലസ് xn pn =b, where pj is the jth column of A. Okay. Now, ഓരോ കോളത്തിലും നമുക്ക് m റോസ് ആണുള്ളത്. സോ ഓരോ കോളവും ഈ എമ്മിൽ വെക്ടർ ആയിരിക്കും, m വെക്ടർ ആയിരിക്കും. സോ ഈച്ച് pj is a വെക്ടർ ഇൻ em. Now, നമ്മളുടെ നമ്പർ ഓഫ് ഇക്വേഷൻസ് m ആണ്. ഇക്വേഷൻസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഈ മെട്രിക്സ്, കോയിഫിഷ്യൻ മെട്രിക്സ് ആയിട്ടുള്ള എയുടെ റാങ്ക് m ആയിരിക്കും. നമുക്കറിയാം റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ്. സോ എ എന്ന മെട്രിക്സിന് എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഉണ്ടാവും? m ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ്. ഓക്കെ, അപ്പം ഈ കോളംസിനെയാണ് p1 p2 എക്സെട്ര pm എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളുടെ എ എന്ന മെട്രിക്സിൻ്റെ ആദ്യത്തെ m കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നല്ല. അപ്പം നമുക്ക് അങ്ങനെ ആദ്യത്തെ m കോളംസ് ആയില്ലെങ്കിൽ ആ സഫിക്സിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് p1 p2 എക്സെട്ര pm ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന രീതിക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ എയുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണ് p1 p2 എക്സെട്ര pm. അപ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? α1 p1 പ്ലസ് α2 p2 പ്ലസ് എക്സെട്ര പ്ലസ് αm pm = 0 ഇംപ്ലൈസ്
ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ആൽഫ ഈ ഒരു എ എന്ന മെട്രിക്സിൻ്റെ എം കോളംസ് ആണ്, റാങ്ക് എം ആണ്. സോ എം കോളംസ് ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. ഇതിൽ കൂടുതൽ കോളംസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് P1 P2 എക്സെട്ര പി എമ്മിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കോളം കൂടി എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ P1 P2 എക്സെട്ര പി എം, പിന്നെ ബാക്കി വരുന്നതിലെ ഏതെങ്കിലും ഒരു കോളം PM പ്ലസ് ആർ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് എന്തായി മാറും? ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആവും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് ആൽഫ ജെസ് നോട്ട് ഓൾ 0 സച്ച് ദാറ്റ് alpha 1 P1 plus alpha 2 P2 plus etc plus alpha m plus r Pm plus r equal to 0. അപ്പോൾ ഇതിലെന്തായാലും ഈ ആൽഫ എം പ്ലസ് ആർ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. സപ്പോസ് ആൽഫ എം പ്ലസ് ആർ ഈക്വൽ ടു 0 ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് വരും? ആൽഫ എം പ്ലസ് ആർ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ആൽഫ 1 P1 പ്ലസ് ആൽഫ 2 P2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എം പി എം ഈക്വൽ ടു 0 എന്ന് വരും. പക്ഷെ നമ്മളുടെ P1 P2 എക്സെട്ര പി എം എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി ഗെറ്റ് ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ആൽഫ എം ഈക്വൽ ടു 0. ഓൾസോ നമ്മൾ ആൽഫ എം പ്ലസ് ആറും 0 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ 1 P1 പ്ലസ് ആൽഫ 2 P2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എം പി എം പ്ലസ് ആൽഫ എം പ്ലസ് ആർ പി എം പ്ലസ് ആർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ആൽഫ എം ഈക്വൽ ടു ആൽഫ എം പ്ലസ് ആർ ഈക്വൽ ടു 0, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ? നമ്മളുടെ ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് കിട്ടുന്നത്. സോ നമ്മളുടെ ആൽഫ എം പ്ലസ് ആർ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ പി എം പ്ലസ് ആറിൻ്റെ കോയിഫിഷ്യൻറ്റ് നോൺ സീറോ ആകുമ്പോൾ നമുക്ക് ഈ പി എം പ്ലസ് ആറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ഓഫ് P1 P2 എക്സെട്ര പി എം ആയിട്ട് എഴുതാം. അത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? പി എം പ്ലസ് ആർ ഈക്വൽ ടു 1 ബൈ ആൽഫ എം പ്ലസ് ആർ ഇൻറ്റു മൈനസ് ഓഫ് ആൽഫ 1 P1 പ്ലസ് ആൽഫ 2 P2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എം പി എം ആയിട്ട്. ഓക്കെ, ജസ്റ്റ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് പി എം പ്ലസ് ആറിന് വേണ്ടി സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് P1 P2 എക്സെട്ര പി എം അല്ലാതെ എയുടെ വേറെ ഏത് കോളം എടുത്താലും P1 P2 എക്സെട്ര പി എമ്മിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളുടെ AX ഈക്വൽ ടു ബി എന്നുള്ള സിസ്റ്റത്തിനെ അതിനെയാണ് നമ്മൾ x1 P1 പ്ലസ് x2 P2 പ്ലസ് എക്സെട്ര പ്ലസ് xn Pn ഈക്വൽ ടു ബി എന്ന് എഴുതിയത്. അപ്പോൾ ഇതിൽ P1 P2 എക്സെട്ര പി എമ്മിന് ശേഷം ബാക്കി വരുന്ന കോമ്പിനേഷൻസ്, അതായത് എക്സ് എം പ്ലസ് 1 പി എം പ്ലസ് 1 എക്സ് എം പ്ലസ് 2 പി എം പ്ലസ് 2 എക്സെട്ര എക്സ് എൻ പി എൻ, ഇതിലെല്ലാം ആ കോളംസിനെ നമ്മൾ P1 P2 എക്സെട്ര പി എമ്മിൻ്റെ ലീനിയർ കോമ്പിനേഷനെ എഴുതുന്നു. സോ നമ്മളുടെ ഇക്വേഷൻ 14നെ നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇക്വേഷൻ 14ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് P1 P2 എക്സെട്ര പി എം ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് equation 14 can be represented as y1 p1 plus y2 p2 plus etc plus ym pm equal to b. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താ? m ഇക്വേഷൻസ് ഇൻ m അൺനോൺസ് ആണ്. കാരണം ഇവിടെ കോയിഫിഷ്യൻ മെട്രിക്സിൽ m കോളംസ് ആണ് വരുന്നത്, P1 P2 എക്സെട്ര പി എം. അൺനോൺസ് ആയി വരുന്നത് y1 y2 എക്സെട്ര ym. സോ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് m ഇക്വേഷൻസ് ഇൻ m അൺനോൺസ് ആണ്. നമ്മളുടെ P1 P2 എക്സെട്ര പി എം ഈ കോളംസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. സോ ഈ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് എന്തായാലും യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഈ യുണീക്ക് സൊല്യൂഷനെയാണ് ψ1 ψ2 എക്സെട്ര ψn കോളം വെക്ടർ ψ1 ψ2 എക്സെട്ര ψm എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ എം വെക്ടർ ഈ ഒരു സിസ്റ്റത്തിൻ്റെ യുണീക്ക് സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത n-m വേരിയബിൾസ് സീറോസ് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് AX ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ n വെക്ടർ ψ1 ψ2 എക്സെട്ര ψm ബാക്കിയുള്ള n-m വേരിയബിൾസ് സീറോസും ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആരുടെ സൊല്യൂഷൻ ആയിരിക്കും? ഇക്വേഷൻ 14ൻ്റെ, അതായത് AX ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൊല്യൂഷനാണ് നമ്മളുടെ ബേസിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഈ സൊല്യൂഷന് ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി കറസ്പോണ്ടിങ് P1 P2 എക്സെട്ര പി എം ഈ വെക്ടേഴ്സിനെ, ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിനെയാണ് ബേസിസ് എന്ന് പറയുന്നത്. ആൻഡ് കറസ്പോണ്ടിങ് വേരിയബിൾസ് x1 x2 എക്സെട്ര എക്സ് എമ്മിനെ ബേസിക് വേരിയബിൾസ് എന്നും പറയുന്നു. ഓക്കെ,
നെക്സ്റ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ്. ഫീസിബിൾ സൊല്യൂഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതാണ്. കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. നൗ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബേസിക് സൊല്യൂഷൻ ഓഫ് 7 സാറ്റിസ്ഫൈയിങ് ഇക്വേഷൻ 8 ഈസ് കോൾഡ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അതായത് കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ബേസിക് സൊല്യൂഷനെയാണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ത് തന്നെയാണ്? ഒരു ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ്. കാരണം ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ആ സൊല്യൂഷൻ എന്തുകൂടി ആയിരിക്കണം? ബേസിക് സൊല്യൂഷൻ കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറം 2. A basic feasible solution of the LP problem is a vertex of the convex set of feasible solutions. നമ്മളുടെ സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ്, അതായത് SF ഒരു കോൺവെക്സ് സെറ്റ് ആണെന്നൊക്കെ നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തു. ഇനി ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആ കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടെക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓർ ഇക്വാലൻ്റ്ലി, ഇഫ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് P1, P2, etc. Pm can be found that are linearly independent such that psi1 P1 plus psi2 P2 plus etc. plus psim Pm equal to B and psi j greater than or equal to 0 for j equal to 1 to m, then xi equal to psi1 psi2 etc. psim 0 0 0, which is a basic feasible solution and is an extreme point of SF. Okay, അപ്പോൾ നമുക്കിവിടെ P1 P2 etc. Pm എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് satisfying the condition psi1 P1 plus psi2 P2 plus etc. plus psim Pm equal to B ആയാൽ ഇത് ആരുടെ സൊല്യൂഷൻ ആയിരിക്കും? നമ്മൾ ഈ മുൻപ് പറഞ്ഞ ഈ M ഇക്വേഷൻസിൻ M അൺനൗൺസിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. പിന്നെ അത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ psi1 psi2 etc. psim നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ബാക്കി നമ്മൾ 0 വാല്യൂസ് കൊടുത്ത ആ ഒരു സൊല്യൂഷൻ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന n വെക്ടർ എന്തായിരിക്കും? ഈ ഇക്വേഷൻ 15 സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇത് ബേസിക് സൊല്യൂഷനായി മാറും. psi1 psi2 etc. psim ഇക്വേഷൻ 15 സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഈ xi എന്നുള്ള വെക്ടർ ബേസിക് സൊല്യൂഷൻ ആവും. പിന്നെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇത് എന്തായി മാറും? ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ xi എന്നുള്ളത് കൺസ്ട്രെയിൻ്റെ സൊല്യൂഷനാണ്. പിന്നെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് അത് ഫീസിബിൾ സൊല്യൂഷനാണ്. പിന്നെ ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ബേസിക് സൊല്യൂഷൻ ആയത്. ഓക്കെ, അപ്പോൾ ഈ xi എന്നുള്ളത് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്. അപ്പോൾ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഈ xi വെർട്ടെക്സ് ഓഫ് SF എന്നാണ്, അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ്. ഓക്കെ, നമുക്ക് പ്രൂഫ് നോക്കാം. നമുക്ക് xi SF-ൻ്റെ വെർട്ടെക്സ് ആണെന്ന് പറയണമെങ്കിൽ ആദ്യം xi SF-ലെ പോയിന്റ് ആണെന്ന് പറയണം. നമുക്ക് ക്ലിയർലി കണ്ടു xi എന്ന് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്നുള്ളത്. സോ xi എന്താ? SF-ലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി xi വെർട്ടെക്സ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? SF-ലെ ഏത് രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലും ഈ xi ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യുന്നത്. Suppose there exist 2 points x1 and x2 different from xi in SF such that xi equal to lambda x1 plus 1 minus lambda x2 0 less than lambda less than 1. അതായത് നമുക്ക് xiയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് SF-ലെ രണ്ട് പോയിൻറ്റ്സ് x1 x2 എക്സിസ്റ്റ് ചെയ്യുന്നു വിത്ത് പ്രോപ്പർട്ടി ദാറ്റ് x1നെയും x2നെയും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ആരുണ്ട്? xi ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയായാൽ നമ്മളുടെ xi വെർട്ടെക്സ് ആവില്ല. ഓക്കെ, ഇനി x1ൻ്റെ jth കമ്പോണൻ്റ് ആയിട്ടാണ് ഇവിടെ xj1 എടുക്കുന്നത് ആൻഡ് x2ൻ്റെ jth കമ്പോണൻ്റ് ആയിട്ടാണ് xj2 എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x1ഉം x2ഉം SF-ലെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് ഓരോന്നിന് n കമ്പോണൻസ് ഉണ്ട്. അതിൻ്റെ jth കമ്പോണൻ്റ് ആയിട്ട് xj1, x1ൻ്റെ jth കമ്പോണൻ്റ് xj1 എന്നും x2ൻ്റെ jth കമ്പോണൻ്റ് xj2 എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ xiയുടെ jth കമ്പോണൻറ്റ് ഫോർ j equal to 1 to m, ആദ്യത്തെ m കമ്പോണൻസ് എന്താ വരുന്നത്? psi1 psi2 etc. psim ആണ്. സോ xiയുടെ jth കമ്പോണൻറ്റ് psi j ഫോർ j equal to 1 to m.
ആൻഡ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x2 ഇതിൻ്റെ jth കമ്പോണൻറ്റ് എന്ത് വരും? ലാംഡ xj1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു xj2. ഓക്കെ, ഇനി എം പ്ലസ് 1th കമ്പോണൻറ്റ് തൊട്ട് അങ്ങോട്ട് xiയുടെ വാല്യൂസ് എന്താ? xiയുടെ എം പ്ലസ് 1th കമ്പോണൻറ്റ് തൊട്ട് വരുന്നത് സീറോസ് ആണ്. സോ നമുക്ക് xi ഈക്വൽ ടു ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x2 ഇതിൽ നിന്ന് എന്ത് കിട്ടും? 0 ഈക്വൽ ടു ലാംഡ xj1 പ്ലസ് 1 മൈനസ് ലാംഡ xj2 ഫോർ j ഈക്വൽ ടു m പ്ലസ് 1 ടു n. ഓക്കെ, ഇനി x1ഉം x2ഉം എസ് എഫിലെ പോയിൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഫീസിബിൾ സൊല്യൂഷൻ ആയതുകൊണ്ട് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് വി ഗെറ്റ് x1ൻ്റെ ആണെങ്കിലും x2ൻ്റെ ആണെങ്കിലും ഓരോ കമ്പോണൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് xj1 xj2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ j ഈക്വൽ ടു 1 ടു n. ആൻഡ് 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1 ആണ്. 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ, കാരണം x1ഉം x2ഉം ഡിഫറെൻറ്റ് ഫ്രം xi എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ ലാംഡയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ 1 മൈനസ് ലാംഡയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. 1 മൈനസ് ലാംഡയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെൻ ലാംഡ xj1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു xj2 ഈക്വൽ ടു 0 ഫോർ j ഈക്വൽ ടു 1 j ഈക്വൽ ടു m പ്ലസ് 1 ടു n. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ xj1ഉം xj2ഉം എന്തായാലേ പറ്റുള്ളൂ? ഈക്വൽ ടു 0 ആവണം. അല്ലാതെ നിങ്ങൾക്ക് ഏതൊരു പോസിറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും xj1നോ xj2നോ ഇത് ഏതെങ്കിലും ഒരു വാല്യൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ എന്താവും? പോസിറ്റീവ് ആകും. ഇത് ഈക്വൽ ടു 0 ആവണമെങ്കിൽ നമ്മളുടെ xj1ഉം xj2ഉം 0 ആവണം. സോ വി ഗെറ്റ് xj1 ഈക്വൽ ടു xj2 ഈക്വൽ ടു 0 ഫോർ j ഈക്വൽ ടു m പ്ലസ് 1 ടു n. അപ്പോൾ നമ്മളിവിടെ x1ഉം x2ഉം എസ് എഫിൽ നിന്ന് എടുത്തതുകൊണ്ട് അതിൻ്റെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് യൂസ് ചെയ്തു. നെക്സ്റ്റ് കൺസ്ട്രെയിൻസിനെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? x1ഉം x2ഉം കൺസ്ട്രെയിൻസിനെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ കണ്ടീഷൻ കൂടി ഇനി നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് x1ൻ്റെ ആണെങ്കിലും x2ൻ്റെ ആണെങ്കിലും m പ്ലസ് 1th കമ്പോണൻറ്റ് തൊട്ട് അങ്ങോട്ട് 0 ആണെന്ന് കിട്ടി. സോ നമുക്ക് x1 ഈക്വൽ ടു x11 x21 എക്സെട്ര xm1 0 0 0 ആൻഡ് x2 ഈക്വൽ ടു x12 x22 എക്സെട്ര xm2 0 0 0 അങ്ങനെ കിട്ടി. ഇപ്പോൾ രണ്ടും കോളം വെക്ടേഴ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി x1ഉം x2ഉം ax ഈക്വൽ ടു b എന്ന കൺസ്ട്രെയിൻറ്റും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ax1 ഈക്വൽ ടു b എന്ന കണ്ടീഷനും വരും, ax2 ഈക്വൽ ടു b എന്നും കിട്ടും. ഇനി ax1 ഈക്വൽ ടു bനെ നമുക്ക് എങ്ങനെ എഴുതാം? x11 p1 പ്ലസ് x21 p2 പ്ലസ് എക്സെട്ര പ്ലസ് xn1 pn എന്നാണ് വരുന്നത്. പക്ഷേ നമ്മളുടെ x1ൻ്റെ m പ്ലസ് 1th കമ്പോണൻറ്റ് തൊട്ട് അങ്ങോട്ടെല്ലാം 0 ആയതുകൊണ്ട് ഈ കോമ്പിനേഷനിൽ നമുക്ക് m ടേംസ് മാത്രം, അതായത് x11 p1 പ്ലസ് x21 p2 പ്ലസ് എക്സെട്ര പ്ലസ് xm1 pm ഈക്വൽ ടു b എന്ന് വരും. ഓക്കെ, ax1 ഈക്വൽ ടു bn ആൻഡ് ax2 ഈക്വൽ ടു bയും ഇതുപോലെ x2ൻ്റെ ആണെങ്കിലും m പ്ലസ് 1th കമ്പോണൻറ്റ് തൊട്ട് അങ്ങോട്ടെല്ലാം 0 ആണ്. സോ വി ഗെറ്റ് ax2 ഈക്വൽ ടു p ax2 ഈക്വൽ ടു b എന്ന് പറഞ്ഞാൽ എന്താ? x12 p1 പ്ലസ് x22 p2 പ്ലസ് എക്സെട്ര പ്ലസ് xm2 pm ഈക്വൽ ടു b. നൗ ഇക്വേഷൻ 15. ഇക്വേഷൻ 15ൽ നമുക്ക് എന്താ വരുന്നത്? psi1 p1 പ്ലസ് psi2 p2 പ്ലസ് എക്സെട്ര പ്ലസ് psi m pm ഈക്വൽ ടു b. അതിൽ നിന്നും ഇക്വേഷൻ 16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? psi1 മൈനസ് x11 ഇൻറ്റു p1 പ്ലസ് psi2 മൈനസ് x21 ഇൻറ്റു p2 പ്ലസ് എക്സെട്ര പ്ലസ് psi m മൈനസ് xm1 ഇൻറ്റു pm ഈക്വൽ ടു 0. കാരണം റൈറ്റിൽ b മൈനസ് b ഈക്വൽ ടു 0 എന്ന് വരും. പക്ഷെ നമ്മളുടെ p1 p2 എക്സെട്ര pm എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. സോ ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആവണമെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻസ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ വി ഗെറ്റ് psi11 മൈനസ് x11 ഈക്വൽ ടു 0, psi1 മൈനസ് x11 ഈക്വൽ ടു 0, psi2 മൈനസ് x21 ഈക്വൽ ടു 0, എക്സെട്ര psi m മൈനസ് xm1 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് psi1 ഈക്വൽ ടു x11, psi2 ഈക്വൽ ടു x21, എക്സെട്ര psi m ഈക്വൽ ടു xm1. അപ്പോൾ നമുക്ക്
എക്സ് ഐയുടെ ആദ്യത്തെ എം കമ്പോണൻസ് എന്ത് തന്നെയാണെന്ന് കിട്ടി? എക്സ് വണ്ണിൻ്റെ കമ്പോണൻറ്റ് തന്നെയാണെന്ന് കിട്ടി. ഓക്കെ, സൈ വൺ ഈക്വൾ ടു എക്സ് വൺ വൺ, സൈ ടു ഈക്വൾ ടു എക്സ് ടു വൺ, എക്സെട്ര സൈ എം ഈക്വൾ ടു എക്സ് എം വൺ. അതായത് ബാക്കിയുള്ള കമ്പോണൻസ് എം പ്ലസ് വൺത്ത് കമ്പോണൻറ്റ് തൊട്ട് അങ്ങോട്ടും എക്സ് വണ്ണിൻ്റെ ആണെങ്കിലും എന്ത് തന്നെയാണ്? സീറോസ് തന്നെയാണ്. സോ വി ഗെറ്റ് എക്സ് ഐ ഈക്വൾ ടു എക്സ് വൺ. പക്ഷെ നമ്മൾ എക്സ് വണ്ണും എക്സ് ടുവും എങ്ങനെയുള്ള പോയിൻറ്റ്സ് ആയിട്ടാണ് പറഞ്ഞത്? ഡിഫറെൻറ്റ് ഫ്രം എക്സ് ഐ. അതിനൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു പോയിൻറ്റ്സ് എക്സ് വണ്ണും എക്സ് ടുവും ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. സോ നമ്മളുടെ എക്സ് ഐ എന്ന് പറയുന്നത് എന്താ? എക്സ്ട്രീം പോയിൻ്റ് ആണ്. അതായത് വെർട്ടെക്സ് ആണ്. എസ് എഫിൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളത് നമ്മളുടെ സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് എസ് എഫിൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് തിയറം 3. എ വെർട്ടെക്സ് ഓഫ് എസ് എഫ് ഈസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇത് നമ്മളുടെ തിയറം 2ൻ്റെ കോൺവേഴ്സ് ആണ്. കാരണം തിയറം 2ൽ പറഞ്ഞത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എസ് എഫിൻ്റെ വെർട്ടെക്സ് ആവുമെന്നാണ്. അതിൻ്റെ കോൺവേഴ്സ് എ വെർട്ടെക്സ് ഓഫ് എസ് എഫ് ഈസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് എക്സ് ഐ ഈക്വൾ ടു സൈ വൺ സൈ ടു എക്സെട്ര സൈ എൻ ഹോൾ ട്രാൻസ്പോസ് ബി എ വെർട്ടെക്സ് ഓഫ് എസ് എഫ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവും എന്ന് പറയണമെങ്കിൽ എസ് എഫിലെ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫീസിബിൾ സൊല്യൂഷനാണ്. അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവണമെങ്കിൽ ഇത് ഏത് കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ ഒരു സൊല്യൂഷനിൽ അറ്റ്ലീസ്റ്റ് എൻ മൈനസ് എം സീറോസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടെക്സ് ഓഫ് എസ് എഫ് എന്നെടുത്തിട്ടുണ്ട്. വെർട്ടെക്സ് ആണെങ്കിൽ അത് എസ് എഫിലെ പോയിൻ്റ് ആണ്. സോ അതൊരു ഫീസിബിൾ സൊല്യൂഷനാണ്. കൺസ്ട്രെയിൻസിനെയും അതുപോലെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവണമെങ്കിൽ ഈ ഒരു സൊല്യൂഷനിൽ അറ്റ്ലീസ്റ്റ് എൻ മൈനസ് എം സീറോസ് ഉണ്ടാവണം. ഓക്കെ, സിൻസ് എക്സ് ഐ ബിലോങ്സ് ടു എസ് എഫ്, എക്സ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്തായാലും ഗ്രേറ്റർ ഇതിലെ വാല്യൂസ് അല്ല, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓരോ കമ്പോണൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ലെറ്റ് ആർ ബി ദ നമ്പർ ഓഫ് സൈജേസ് ദാറ്റ് ആർ നോൺ സീറോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറ്റ്ലീസ്റ്റ് എൻ മൈനസ് എം സീറോസ് ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഇതിൽ നോൺ സീറോ എൻട്രീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് ആറായിട്ട് എടുക്കുക. ലെറ്റ് ആർ ഓഫ് സൈജേസ് ബി നോൺ സീറോ ഫോർ ജെ ഈക്വൽ ടു 1 to n. അപ്പോൾ നമുക്ക് 6 ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് ആണെങ്കിലും ഇതിൽ ടോട്ടൽ കമ്പോണൻസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കമ്പോണൻസ് എന്താ? n ആണ്. സോ ഇവിടെ ആറിൻ്റെ മാക്സിമം പോസിബിലിറ്റി n ആണ്. ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സിൻസ് എം ലെസ് ദാൻ n, നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ നമ്മളുടെ അസംഷൻ എം ലെസ് ദാൻ n എന്നാണ്. അപ്പോൾ എം ലെസ് ദാൻ n ആയതുകൊണ്ട് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എം ആകാം. അപ്പോൾ രണ്ട് കേസായിട്ട് നമുക്ക് നോക്കാം. ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് കേസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ സൈജേസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. സോ സീറോസ് എത്ര എണ്ണം വരാം? മിനിമം എൻ മൈനസ് എം എങ്കിലും എൻ മൈനസ് എം എൻട്രീസ് എങ്കിലും ഇതിൽ 0 ആയിട്ട് പോകും. കാരണം നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് മാക്സിമം എം എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ ടോട്ടൽ നമുക്ക് എൻ എൻട്രീസ് ആണ് ഉള്ളത്, എൻ സൈജേസ് ആണ് ഉള്ളത്. അതിൽ മാക്സിമം എം ആളുകളെ നോൺ സീറോ ആവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ബാക്കി എൻ മൈനസ് എം സൈജേസും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ മൈനസ് എം എൻട്രീസ് 0 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സ് ഐ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, എക്സ് ഐ ഇസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. സോ നമ്മളുടെ തിയറം കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് കേസിൽ എക്സ് ഐ വെർട്ടെക്സ് ആണെങ്കിൽ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന കേസിൽ എക്സ് ഐ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനായി. ഇനി നെക്സ്റ്റ് കേസ് ആർ ഗ്രേറ്റർ ദാൻ എം. ആർ ഗ്രേറ്റർ ദാൻ എം ആയാൽ, അതായത് നമ്പർ ഓഫ് നോൺ സീറോ സൈജേസ് എന്ന് പറയുന്നത് 6 ആണ്, അത് ഗ്രേറ്റർ ദാൻ എം എന്നാണ് എടുത്തത്. സോ ഇവിടുത്തെ നോൺ സീറോ സൈജേസ് സൈ 1 സൈ 2 എക്സെട്ര സൈ ആർ എന്നെടുക്കാം. ബാക്കിയുള്ളതെല്ലാം സീറോസ് ആണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള
എൻ മൈനസ് ആർ എൻട്രീസ് 0 ആയിട്ടും കൊടുത്തു. xi ഈക്വൽ ടു ψ1 ψ2 എക്സെട്ര ψr, അതായത് നോൺ സീറോസ് ആയി വരുന്നത് ബാക്കിയെല്ലാം സീറോസും. വേർ ij ഗ്രേറ്റർ ദാൻ 0 ഫോർ j ഈക്വൽ ടു 1 to r. ഇനി xi ഫീസിബിൾ സൊല്യൂഷൻ ആയതുകൊണ്ട് അത് ax ഈക്വൽ ടു b എന്ന ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് axi ഈക്വൽ ടു b എന്ന് കിട്ടും. ദാറ്റ് ഈസ് എയുടെ കോളംസിനെയാണ് ഇവിടെ P1 P2 എക്സെട്ര Pn ആയി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് a ഇൻറ്റു xi ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ ആർ കമ്പോണൻസ് മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സീറോ ആണ്. സോ നമുക്ക് ax ഈക്വൽ ടു ബിനെ axi ഈക്വൽ ടു ബി എന്ത് വരും? ψ1 P1 പ്ലസ് ψ2 P2 പ്ലസ് എക്സെട്ര പ്ലസ് ψr PR, പിന്നെ വരുന്നതെല്ലാം 0 ഇൻറ്റു PR പ്ലസ് 1 അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് 0 ആയി പോകും. സോ വി ഗെറ്റ് ψ1 P1 പ്ലസ് ψ2 P2 പ്ലസ് എക്സെട്ര പ്ലസ് ψr PR ഈക്വൽ ടു ബി. ഓക്കെ, ഇനി ആർ ഗ്രേറ്റർ ദാൻ എം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സിസ്റ്റത്തിലെ എം കോളംസ് ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ എം കോളംസിനേക്കാളും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ എ എന്ന മെട്രിക്സിൻ്റെ റാങ്ക് എം ആയിട്ടാണ് എടുക്കുന്നത്. സോ എം കോളംസിനെ വെച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ആർ ഗ്രേറ്റർ ദാൻ എം ആയതുകൊണ്ട് ഈ ആർ കോളംസ് എന്തായിരിക്കും? P1 P2 എക്സെട്ര PR എന്നുള്ള എയുടെ ഈ ആർ കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും, അതായത് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, then there exist scalars alpha 1, alpha 2, etc. alpha r not all 0 such that alpha 1 P1 plus alpha 2 P2 plus etc. plus alpha r PR equal to 0. ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു കോമ്പിനേഷനിൽ ആൽഫ 1 P1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ആർ PR ഈക്വൽ ടു 0, ഇതിനെ ഒരു പോസിറ്റീവ് സ്കെയിലാർ അല്ലെങ്കിൽ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് സി കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? സി ഇൻറ്റു ആൽഫ 1 P1 പ്ലസ് സി ഇൻറ്റു ആൽഫ 2 P2 പ്ലസ് എക്സെട്ര പ്ലസ് സി ഇൻറ്റു ആൽഫ ആർ PR ഈക്വൽ ടു 0. നൗ ഇക്വേഷൻ 18ൽ നിന്ന് 19 മൈനസ് ചെയ്യുക, അതുപോലെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ ψ1 പ്ലസ് സി ഇൻറ്റു ആൽഫ 1 ഇൻറ്റു P1 പ്ലസ് ψ2 പ്ലസ് സി ഇൻറ്റു ആൽഫ 2 ഇൻറ്റു P2 പ്ലസ് എക്സെട്ര പ്ലസ് ψr ഇൻറ്റു സി ഇൻറ്റു ആൽഫ ആർ മൈനസ് PR ഈക്വൽ ടു ബി പ്ലസ് 0, ദാറ്റ് ഈസ് ബി. അതുപോലെ മൈനസും ചെയ്യാം. സോ വി ഗെറ്റ് ψ1 മൈനസ് സി ഇൻറ്റു ആൽഫ 1 ഇൻറ്റു P1 പ്ലസ് ψ2 മൈനസ് സി ഇൻറ്റു ആൽഫ 2 ഇൻറ്റു P2 പ്ലസ് എക്സെട്ര പ്ലസ് ψr മൈനസ് സി ഇൻറ്റു ആൽഫ ആർ ഇൻറ്റു PR ഈക്വൽ ടു ബി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ സി എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ആദ്യത്തെ കോമ്പിനേഷനിലും രണ്ടാമത്തെ കോമ്പിനേഷനിലും ഈ സ്കെയിലേഴ്സ്, അതായത് സൈ ജെ പ്ലസ് ഓർ മൈനസ് സി ആൽഫ ജെ പോസിറ്റീവ് ആകുന്ന രീതിക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്കെയിലേഴ്സ് സി, ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് സി ചൂസ് ചെയ്യുന്നത് ഈ രണ്ട് സ്കെയിലേഴ്സും, ഓക്കെ, ഈ സെറ്റ് ഓഫ് സ്കെയിലേഴ്സ്, അതായത് സൈ ജെ പ്ലസ് സി ഇൻറ്റു ആൽഫ ജിയും അതുപോലെ സൈ ജെ മൈനസ് സി ഇൻറ്റു ആൽഫ ജിയും, ഇതെല്ലാം ഈ സ്കെയിലേഴ്സ് എല്ലാം പോസിറ്റീവ് ആകുന്ന രീതിക്കാണ് സി ചൂസ് ചെയ്തിട്ടുള്ളത്. നൗ സെറ്റ് x1 ഈക്വൽ ടു ψ1 പ്ലസ് സി ആൽഫ 1, ψ2 പ്ലസ് സി ആൽഫ 2, എക്സെട്ര പ്ലസ് ψr പ്ലസ് സി ആൽഫ ആർ 0 0 0, and x2 equal to ψ1 minus c alpha 1, ψ2 minus c alpha 2, etc. ψr minus c alpha r 0 0 0. രണ്ട് കോളം വെക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളിവിടെ x1 ആയി സെറ്റ് ചെയ്തത് ഇക്വേഷൻ 20യുടെ ആ സ്കെയിലേഴ്സിനെയാണ്. അതുപോലെ x2 ആയി സെറ്റ് ചെയ്തത് ഇക്വേഷൻ 21ലെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ സ്കെയിലേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്കെയിലേഴ്സ് എല്ലാം പോസിറ്റീവ് ആകുന്ന രീതിക്കാണ് സി ചൂസ് ചെയ്തത്. സോ നമ്മളുടെ x1ൻ്റെ ആദ്യത്തെ ആർ കമ്പോണൻസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആണ്. അതുപോലെ ബാക്കി വരുന്ന കമ്പോണൻസ് 0. അതുപോലെ x2ൻ്റെയും ആദ്യത്തെ ആർ കമ്പോണൻസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ബാക്കി വരുന്ന കമ്പോണൻസ് സീറോസ്. നൗ x1 പ്ലസ് x2 ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x1 പ്ലസ് x2 ബൈ 2. അപ്പോൾ നമുക്ക് ഓരോ കമ്പോണൻസായി നോക്കാം. ആദ്യത്തെ ψ1 പ്ലസ് സി ആൽഫ 1 പ്ലസ് ψ1 മൈനസ് സി ആൽഫ 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സി ആൽഫ 1ഉം മൈനസ് സി ആൽഫ 1ഉം ക്യാൻസൽ ചെയ്ത്
2 psi1/2 എന്ന് വരും, അതായത് psi1. പിന്നെ അതുപോലെ സെക്കൻഡ് കമ്പോണൻറ്റ് psi2 ആൻഡ് ലാസ്റ്റ് ആർത്ത് കമ്പോണൻറ്റ് psi r, പിന്നെ ബാക്കിയുള്ളതെല്ലാം 0 ആയി വരും. സോ നമുക്ക് x1 പ്ലസ് x2/2 ആയി കിട്ടുന്നത് എന്താ, നമ്മളുടെ xi ആണ്. ഓക്കെ, psi1 psi2 എക്സെട്ര psi r 0 0 0. സോ നമുക്ക് എന്ത് കിട്ടി, 3 ഫീസിബിൾ സൊല്യൂഷൻസ്. അപ്പം നിങ്ങൾക്ക് x1ഉം x2ഉം ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. കാരണം x1 ആണെങ്കിലും x2 ആണെങ്കിലും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പോണൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓൾസോ നമ്മളുടെ x ഈക്വൽ ടു ബി എന്നുള്ള കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ കിട്ടുന്നത്, x1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു ഇക്വേഷനാണ്. സോ x1 ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുപോലെ x2 ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. സോ x2 ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ x1ഉം x2ഉം ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. ഓൾസോ നമ്മളുടെ xiയും ഫീസിബിൾ സൊല്യൂഷനാണ്. കാരണം വെർട്ടെക്സ് ആയതുകൊണ്ട് അത് SF പോയിന്റ്. സോ xiയും ഫീസിബിൾ സൊല്യൂഷനാണ്. സോ നമുക്ക് 3 ഫീസിബിൾ സൊല്യൂഷൻസ് xi, x1, x2 കിട്ടി. ആൻഡ് xi ഈക്വൽ ടു x1 പ്ലസ് x2/2, ദാറ്റ് ഈസ് 1/2 x1 പ്ലസ് 1/2 x2 എന്നുകൂടെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, ഈ xi x1നെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലുണ്ട്. ഓൾസോ xi നോട്ട് ഈക്വൽ ടു x1 ആൻഡ് നോട്ട് ഈക്വൽ ടു x2. അപ്പോൾ x1ൽ നിന്നും x2ൽ നിന്നും ഡിഫറെൻ്റ് ആണ് xi. അപ്പം നമുക്ക് xiയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ xi ലൈ ചെയ്യുന്നു. സോ നമ്മളുടെ xi എന്താവില്ല, വെർട്ടെക്സ് ആവില്ല എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് xi വെർട്ടെക്സ് ആയിരുന്നു എന്നാണ്. അപ്പോൾ അതിനൊരു കോൺട്രഡിക്ഷനാണ് വന്നത്. സോ നമ്മളുടെ xi എന്തായാലേ പറ്റുള്ളൂ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സെക്കൻഡ് കേസ് r ഗ്രേറ്റർ ദാൻ m എന്നാണ് എടുത്തത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. r ഗ്രേറ്റർ ദാൻ m ആയാൽ നിങ്ങൾക്ക് xi വെർട്ടെക്സ് ആവില്ല എന്നാണ് വരുന്നത്. അപ്പോൾ r ഗ്രേറ്റർ ദാൻ m പോസിബിൾ അല്ല, r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കണം. r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m നമ്മൾ പറഞ്ഞു xi ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവുന്നുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് എഫിൻ്റെ ഏത് വെർട്ടെക്സ് എടുത്താലും അതെന്തായിരിക്കും, ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ തിയറത്തിൻ്റെ എല്ലാം പ്രൂഫിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊറോളറി ആയിട്ടാണ് പറയുന്നത്, അസോസിയേറ്റഡ് വിത്ത് എവറി എക്സ്ട്രീം പോയിന്റ്, അതായത് വെർട്ടെക്സ് ഓഫ് SF ഈസ് എ സെറ്റ് ഓഫ് m ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് p1 p2 എക്സെട്ര pm ഓഫ് A. നമുക്ക് ഏതൊരു വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും വെർട്ടെക്സ് എല്ലാം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു m ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് p1 p2 എക്സെട്ര pm കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് സൊല്യൂഷൻസ് അതുപോലെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് അതിനെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ തിയറംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.